ഇത് കൊൽക്കത്ത സ്കെലിട്ടൺ കേസിന്റെ രണ്ടാം ഭാഗമാണ്. നിങ്ങൾ ഇതുവരെയും ഭാഗം 1 കണ്ടില്ലെങ്കിൽ ആദ്യം അത് കാണുക, തുടർന്ന് ഈ വീഡിയോ കാണുക. അപ്പോൾ മാത്രമേ എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയൂ. പാർട്ട് 1ന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിലും നൽകിയിട്ടുണ്ട്, പരിശോധിക്കുക. പാർത്ഥോയുടെ മുത്തച്ഛൻ മരിച്ചതിനു ശേഷം ബാംഗ്ലൂരിൽ നിന്നുള്ള അവരുടെ കുടുംബം മുഴുവനും ഈ ഒരു വീട്ടിലേക്ക് താമസം മാറി. എന്നാൽ വീട് മാറിയിട്ടും പ്രശ്നങ്ങൾ മാറിയില്ല. അത്രയേറെ പ്രശ്നങ്ങൾക്കിടയിലും പാർത്ഥോ തൻ്റെ സഹോദരി ഉണ്ടല്ലോ എന്ന ഒരാശ്വാസത്തിലായിരുന്നു ജീവിച്ചത്. എന്നാൽ ആ ഒരു ആശ്വാസവും അധികനാൾ നീണ്ടു നിന്നില്ല. ചില കാരണത്താൽ പാർത്ഥോയുടെ മാതാപിതാക്കൾ വേർപിരിഞ്ഞ് താമസിക്കാൻ തീരുമാനിച്ചു. ഒടുവിൽ പാർത്ഥോ അമ്മയായ ആർത്തിയുമായും പാർത്ഥോയുടെ ചേച്ചിയായ ദേവ്ജാനി അച്ഛനായ അരവിന്ദന്റെ കൂടെ ജീവിക്കണമെന്നും കോടതി ഉത്തരവിടുന്നു. ഇപ്പൊ കൊൽക്കത്തയിലെ റോബിൻസൺ സ്ട്രീറ്റിലുള്ള ആ ഒരു വീട്ടിൽ പാർത്ഥോ, അവന്റെ അച്ഛൻ അരവിന്ദ്, ഇവർ രണ്ടുപേരും ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങി. ഇതിനുശേഷം ആ വീട്ടിൽ എന്ത് സംഭവിച്ചു? ബാത്റൂമിൽ കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ കണ്ടെത്തിയ ഡെഡ് ബോഡി ആരുടേതായിരുന്നു? കിടപ്പുമുറിയിൽ കിടന്ന അസ്ഥികൂടം ആരുടേത്? മുറിയിൽ 2 നായ്ക്കളുടെ അസ്ഥികൂടവും ഉണ്ടായിരുന്നല്ലോ. അതിന്റെ കാരണം എന്താണ്? മാത്രമല്ല, വീട് മുഴുവനും എന്തുകൊണ്ട് വളരെ ഇരുട്ട് നിറഞ്ഞ ഒരു പ്രേത ബംഗ്ലാവ് പോലെ തോന്നിപ്പിച്ചത്? എല്ലാറ്റിനുമപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്ത ആ മാനസിക നില തെറ്റിയ, ചുമരിൽ തല സ്വയമേ ഇടിച്ചുകൊണ്ട് നിന്ന ആ വ്യക്തി ആരാണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണ് ഭാഗം 2 നമ്മൾ അറിയാൻ പോകുന്നത്. പാർത്ഥോയുടെ ഏക ആശ്വാസമായ സഹോദരിയും ഇപ്പോൾ അവന്റെ കൂടെ ഇല്ല. അതിനാൽ അവൻ വളരെയേറെ ബുദ്ധിമുട്ടാൻ തുടങ്ങി. പാർത്ഥോയും ദേവ്ജാനിയും ഇത് കാരണം ഒരുപാട് ബുദ്ധിമുട്ടിയാലും ആ ബുദ്ധിമുട്ടുകളൊന്നും അവരുടെ വിദ്യാഭ്യാസത്തിൽ അവർ കാണിച്ചില്ല. നന്നായി തന്നെ പഠിച്ചു. അവർ മികച്ച സ്റ്റുഡൻസ് ആയിരുന്നു. ജീവിതം ഒരു വട്ടം എന്നൊക്കെ പറയില്ലേ, അതുപോലെ വീണ്ടും പാർത്ഥോയ്ക്ക് സ്വന്തം ചേച്ചിയുടെ കോളേജിൽ ചേർന്ന് പഠിക്കാനുള്ള ഒരു നിയോഗമുണ്ടായി. സ്കൂൾ പഠനം പൂർത്തിയാക്കിയ പാർത്ഥോയും ജാനിയും കൊൽക്കത്തയിലെ രാജബസാർ സയൻസ് കോളേജിൽ ചേർന്നു. തീർച്ചയായും അവർ രണ്ടുപേരും ഇപ്പോൾ വളർന്നു. എന്നാൽ പാർത്ഥോയുടെ ഈ സോഷ്യൽ ലൈഫിൽ മാത്രം യാതൊരു പുരോഗതിയും ഉണ്ടായില്ല. വീണ്ടും അവൻ തൻ്റെ സഹോദരിയോടൊപ്പം മാത്രം കൂടുതൽ സമയം ചിലവഴിക്കാൻ തുടങ്ങി. അത് എത്രത്തോളമാണെന്ന് ചോദിച്ചാൽ, പിന്നീടൊരിക്കൽ ആ കോളേജ് പ്രൊഫസർ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്, പാർത്ഥോയും ദേവ്ജാനി ഇവർ രണ്ടുപേരും അൺഹെൽത്തി എമൗണ്ട് ഓഫ് ടൈം ഒരുമിച്ച് ചിലവഴിച്ചു. അതുകൊണ്ട് തന്നെ ഒരു പക്ഷെ അവർ രണ്ടുപേരും ഇൻസെസ്റ്റഡ് ആണോ എന്ന് പോലും പറഞ്ഞു. ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞാൽ കുടുംബത്തിനുള്ളിൽ തന്നെ ബ്രദർ സിസ്റ്റേഴ്സിന് ഇടയിലുള്ള ഒരു ഇല്ലീഗൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആണ്. എന്നാൽ ആ ഒരു കോളേജിന്റെ ടൈമിൽ ആരും അത് ഗൗരവമായി പരിഗണിച്ചില്ല എന്നും പറഞ്ഞു. അങ്ങനെ കോളേജ് പഠനം പൂർത്തിയാക്കിയ ശേഷം പാർത്ഥോയുടെ സഹോദരിയായ ദേവ്ജാനി സംഗീതം പഠിക്കാനായി ലണ്ടനിലെ ട്രിനിറ്റി കോളേജിൽ ചേർന്നു. പാർത്ഥോയും TCSൽ ജോലി നേടി അമേരിക്കയിലേക്കും പോയി. ഇപ്പോൾ എല്ലാം ഏകദേശമൊക്കെ ശരിയായി. ജീവിതം ഇങ്ങനെ ഒരു സ്ഥിരതയോടുകൂടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഇടിമിന്നൽ പോലെ 2000-ൽ പാർത്ഥോയുടെ അമ്മയായ ആർത്തിക്ക് ക്യാൻസർ രോഗമുണ്ടെന്ന് കണ്ടെത്തിയത്. തുടർന്ന് ചികിത്സ ശരിയായി ലഭിക്കാത്തതിനാൽ ആർത്തി മരിക്കുകയും ചെയ്തു. ആർത്തി എത്ര തന്നെ ഈ പ്രൊട്ടക്ഷൻ എന്ന പേരിൽ എല്ലാവരെയും ഇങ്ങനെ കൺട്രോൾ ചെയ്തിരുന്നാലും പാർത്ഥോയ്ക്ക് അവന്റെ അമ്മയായ ആർത്തി, ചേച്ചിയായ ദേവ്ജാനി, ഇവർ രണ്ടുപേരും അവന്റെ ജീവിതത്തിലെ 2 പില്ലേഴ്സ് പോലെയായിരുന്നു. ഇതിൽ അമ്മ മരിച്ചുപോയത് കൊണ്ട് തന്നെ പാർത്ഥോ പൂർണ്ണമായും തകർന്നു. പാർത്ഥോയ്ക്ക് മാത്രമല്ല, ആർത്തിയുടെ മരണം ആ മുഴുവൻ കുടുംബത്തെയും തകർത്തു എന്ന് തന്നെ പറയാം. പാർത്ഥോ, അവന്റെ അമ്മ, ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള ആ ഒരു ബന്ധം എത്രയോ കഠിനമുള്ളതായിരുന്നാലും പാർത്ഥോ അമ്മയോട് അത്രയേറെ സ്നേഹം കാണിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ അവൻ അമേരിക്കയിലെ ജോലി രാജിവെച്ച് വീണ്ടും കൊൽക്കത്തയിലെ തന്റെ വീട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. അങ്ങനെ വന്ന പാർത്ഥോ ഏകദേശം 10 വർഷം, അതായത് അയൽക്കാർ ആ ബാത്റൂമിൽ നിന്നും വരുന്ന പുക കണ്ട് പോലീസിനെ വിവരം അറിയിച്ചല്ലോ, അന്ന് വരെയും ആ ഹൗസ് നമ്പർ 3-ലായിരുന്നു അവൻ താമസിച്ചത്. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം അവൻ പുറത്തെവിടെയും പോയില്ല. ജോലിയൊന്നും ചെയ്യാതെ അവൻ ആ വീട്ടിൽ തന്നെ താമസിക്കാൻ തുടങ്ങി. ജോലിക്ക് പോകാനും അവന്റെ മാനസിക ആരോഗ്യസ്ഥിതി അത്ര സ്ഥിരമുള്ളതായിരുന്നില്ല. അങ്ങനെ പാർത്ഥോ വീടിനുള്ളിൽ തന്നെ താമസിച്ചപ്പോൾ മറുവശത്ത് അവന്റെ സഹോദരി ദേവ്ജാനി അമ്മയുടെ മരണശേഷം തൻ്റെ ജീവിതം മുഴുവനും ആത്മീയതയ്ക്കായി അങ്ങ് സമർപ്പിച്ചു.
പ്രധാനമായും ലോകം മുഴുവനും ഫോളോവേഴ്സ് ഉള്ള ക്രിസ്ത്യൻ സ്പീക്കറായ ജോയ്സ് മേയുടെ പ്രസംഗത്തിൽ അവൾക്കൊരു ആകർഷണം വരാൻ തുടങ്ങി. ജോയ്സ് മേയർ, ഈ ഒരു പേര് നമ്മൾ എവിടെയോ കേട്ടതുപോലെ ഉണ്ടല്ലോ. അതെ, 1-ാം ഭാഗത്തിൽ പോലീസ് വാതിൽ തകർത്ത് അകത്തേക്ക് കടന്നപ്പോൾ വീടിനുള്ളിൽ കേട്ടത് ഇദ്ദേഹത്തിന്റെ പ്രസംഗമായിരുന്നു. എന്നാൽ അവൾ ആ ഒരു വ്യക്തിയെ മാത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം മാത്രമാണോ ഫോളോ ചെയ്തതെന്ന് ചോദിച്ചാൽ ഇല്ല. ഏകദേശം 12 മത നേതാക്കളെ പിന്തുടർന്നു. അതും വ്യത്യസ്ത മതങ്ങളിൽ നിന്നുള്ളവരെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് 2015 പോലീസ് ആ വീട് പരിശോധിച്ചപ്പോൾ 10,000-ലധികം ആത്മീയ പുസ്തകങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തി. ഇപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, തൻ്റെ അമ്മയായ ആർത്തിയുടെ മരണത്തിനു ശേഷം പാർത്തോ, സഹോദരി ദേവ്ജാനി, കൂടാതെ അച്ഛൻ അരവിന്ദ്, ഇവരെല്ലാവരും അതേ വീട്ടിൽ തന്നെയാണ് താമസിക്കാൻ തുടങ്ങിയത്. എന്നാൽ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. പാർത്തോയ്ക്ക് ഇതിനകം തന്നെ സോഷ്യൽ ലൈഫിൽ വലുതായ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ചേച്ചിയ ദേവ്ജാനി ഇപ്പൊ പുതുതായി ആത്മീയതയിലും ഏർപ്പെട്ടു. ഇതിൽ അച്ഛനായ അരവിന്ദ്, അയാൾക്ക് ഇതിനകം തന്നെ തുടക്കം മുതലേ പല അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. അതിനാൽ ഈ 3 പേരും ഒരേ വീട്ടിൽ താമസിച്ചാലും അവർ സന്തോഷകരമായി അങ്ങനെ ജീവിച്ചില്ല. ഓരോരുത്തരും ഓരോ മാനസികാവസ്ഥയിലായതുകൊണ്ട് കൂടുതലായും ആരും പരസ്പരം മുഖത്ത് നോക്കി സംസാരിച്ചതേയില്ല. ഇങ്ങനെ ദിവസങ്ങൾ പോകുന്തോറും അവർക്കിടയിലുള്ള ഒരു സംസാരം പൂർണ്ണമായും അവസാനിച്ചു. സംസാരിക്കുന്നതിന് പകരം ചെറിയ ചെറിയ നോട്ട്സിലൂടെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് വീട് മുഴുവനും അവിടെവിടെയായി ഹാൻഡ് റിട്ടൺ നോട്ട്സ് കണ്ടെത്തിയത്. മാത്രമല്ല, ഇവർ 3 പേരും പതിയെ വീട് വിട്ട് പുറത്തേക്ക് പോകുന്നത് തന്നെ അവസാനിപ്പിച്ചു. അത് കാരണം മറ്റാർക്കും ആ വീട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ല. ഇവരും ആരോടും സംസാരിക്കാനും ശ്രമിച്ചില്ല. എന്നാൽ ആ വീട്ടിൽ പതിവായി പോകുന്ന ഒരു വ്യക്തി ആ വീടിന്റെ സെക്യൂരിറ്റി ഗാർഡായിരുന്നു. അതും 3 നേരം ഭക്ഷണം എത്തിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ആ വീട്ടിലേക്ക് വന്നിരുന്നത്. ഇങ്ങനെ സെക്യൂരിറ്റി വീട്ടിലേക്ക് പോകും എന്നുണ്ടെങ്കിലും വീടിനുള്ളിലല്ല, വീടിന് പുറത്ത് ഡോറിനടുത്ത് തന്നെ ഭക്ഷണം വച്ചുകൊണ്ട് പോകും. ഈ വീടിനുള്ളിലുള്ളവർ എപ്പോഴാണ് വന്ന ഭക്ഷണം എടുക്കുന്നത് എന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. ഇങ്ങനെ വർഷങ്ങൾ പോകുന്തോറും പതിയെ ആ വീടും ആരും താമസിക്കാത്ത വളരെ ഇരുട്ട് നിറഞ്ഞ ഒരു പ്രേതഭവനമായി മാറാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് 2014 വർഷം ഓഗസ്റ്റ് മാസത്തിൽ ഇവരുടെ വീട്ടിൽ ഇവർ വളരെ സ്നേഹത്തോടു കൂടി വളർത്തിയ 2 ലാബ്രഡോർ നായ്ക്കളിൽ ഒന്ന് മരിക്കുന്നു. അങ്ങനെ ആ ഒരു സങ്കടത്തിൽ തന്നെ അടുത്ത മാസം മറ്റൊരു ലാബ്രഡോറും മരിച്ചു. ഇത് കാണാൻ പാർത്തോയുടെ സഹോദരി ദേവ്ജാനി വളരെ ദുഃഖിക്കാൻ തുടങ്ങി. ഇത് സംഭവിച്ചതിൽ ഏതോ ദുഷ്ട ആത്മാവിന്റെ ശാപമാണെന്ന് വിശ്വസിച്ചു. മാത്രമല്ല, ഈ ശാപം നീക്കാൻ ഉപവാസം മാത്രമാണ് ഏക വഴിയെന്നും അവളും തീരുമാനിച്ച് ദിവസങ്ങളോളം അത് പിന്തുടരാൻ തുടങ്ങി. ദിവസങ്ങൾ കടന്നുപോയിട്ടും അവളുടെ ഉപവാസം മാത്രം അവൾ നിർത്തിയില്ല. ദൈവം ഈ ഒരു ഉപവാസം നിർത്താൻ അടയാളം നൽകുന്നതുവരെയും താൻ ഒന്നും കഴിക്കില്ല എന്ന് ശക്തമായി തന്നെ ഉറപ്പിച്ചിരുന്നു. അതിനാൽ ആ നായ്ക്കൾ ഉണ്ടായിരുന്ന അതേ മുറിയിൽ തന്നെ അവളും താമസിക്കാൻ തുടങ്ങി. 2014 ഡിസംബർ മാസം 29-ാം തീയതി ദിവസങ്ങളോളം ഭക്ഷണം ഒന്നും കഴിക്കാതിരുന്ന ദേവ്ജാനി ഈ ഉപവാസം കാരണം തന്നെ മരിച്ചു. ഭാഗം 1 വീഡിയോയിൽ പോലീസ് കിടപ്പുമുറിയിൽ നിന്നും ഒരു മനുഷ്യന്റെയും 2 നായ്ക്കളുടെയും അസ്ഥികൂടം കണ്ടെത്തിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് മറ്റാരുടെയും അല്ല, ദേവ്ജാനിയുടെയും അവളുടെ 2 നായ്ക്കളുടേതുമാണ്. ഇവിടെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകണം, അവളുടെ സഹോദരനും അച്ഛനും അതേ വീട്ടിൽ തന്നെയായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ദേവ്ജാനി മരിച്ചത് അവർക്കാർക്കും അറിയില്ലേ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വരാം. അതിന് ഉത്തരം ഞാൻ പറയാം. ദേവ്ജാനിയുടെ അമ്മ മരിച്ചതിന് ശേഷം ആ വീട്ടിലെ എല്ലാവരും സംസാരിക്കുന്നത് അവസാനിപ്പിച്ചു. അവർ ഹാൻഡ് റിട്ടൺ നോട്ട്സിലൂടെയായിരുന്നു ആശയവിനിമയം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവരുടെ ഈ സംഭാഷണങ്ങളെല്ലാം ഈ രീതിയിലായിരുന്നു. അതിനാൽ പാർത്തോ തൻ്റെ സഹോദരിയുടെ മരണത്തെക്കുറിച്ച് അച്ഛനെ അറിയിച്ചില്ല. അപ്പോൾ പാർത്തോയ്ക്ക് തൻ്റെ സഹോദരിയുടെ മരണത്തെക്കുറിച്ച് അറിയാമായിരുന്നോ എന്ന് ചോദിച്ചാൽ അതെ, തീർച്ചയായും അറിയാം. കാരണം ഇത്രയും ദിവസം അവന്റെ സഹോദരിയും അതേ നായ്ക്കളുമുള്ള അതേ മുറിയിൽ തന്നെയാണ് താമസിച്ചത്. അവന്റെ സഹോദരി മരിച്ചപ്പോഴും ആ ശരീരത്തിൽ പുഴുക്കൾ കൊണ്ട് നിറഞ്ഞപ്പോഴും പാർത്തോ അതേ കിടക്കയിൽ അതേ മുറിയിൽ തന്നെയാണ് താമസിച്ചത്. ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ആകാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചിന്തിക്കാം. എന്നാൽ പാർത്തോ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. അവൻ മാനസികമായി വല്ലാതെ ബാധിക്കപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു. അതും അവന്റെ സഹോദരി മരിച്ചപ്പോൾ തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു എന്നവന് തോന്നി. അതിനുശേഷം പാർത്തോ ചെയ്ത കാര്യങ്ങൾ ഈ കേസ് കൊൽക്കത്തയിലെ ഏറ്റവും സെൻസേഷണൽ കേസായി മാറാൻ തന്നെ കാരണമായി മാറി. അതെ, ദേവ്ജാനി മരിച്ചതിന് ശേഷം പാർത്തോ പതിവ് പോലെ അതേ മുറിയിൽ തന്നെ താമസിച്ചു. ഒരേ മുറി എന്ന് പറയുന്നതിനേക്കാൾ ഒരേ ബെഡ് എന്ന് പറയുന്നതായിരിക്കും ശരി. അതെ, കഴിഞ്ഞ 6 മാസമായി എല്ലാ രാത്രിയും അവൻ തൻ്റെ സഹോദരിയുടെ
ഈ ഡെഡ് ബോഡി ഉണ്ടായിരുന്ന അതേ ക്യൂൻ സൈസ് കിടക്കയിലായിരുന്നു കിടന്നത്. ആ അഴുകിയ ബോഡിയുമായി തന്നെയാണ് അവൻ ഉറങ്ങിയത്. കൂടാതെ ദിവസവും അവൻ അവളുടെ സഹോദരിയുടെ ഡെഡ് ബോഡിക്ക് ഭക്ഷണം കൊടുക്കും, ആ ഡെഡ് ബോഡി ഒന്ന് വൃത്തിയാക്കും, ആ കിടക്കയൊക്കെ വൃത്തിയാക്കും, വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കും. ഇങ്ങനെ ഒരു ജീവനുള്ള വ്യക്തിയെ പരിപാലിക്കുന്നത് പോലെയായിരുന്നു അവൻ ചെയ്തുകൊണ്ടിരുന്നത്. മാത്രവുമല്ല, അവൾക്കൊരു കമ്പനി കൊടുക്കുന്ന രീതിയിലാണ് അവൾക്ക് മുൻപ് തന്നെ ഈ ഓഗസ്റ്റിലും സെപ്റ്റംബറിലും മരിച്ചുപോയ അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 നായ്ക്കളെയും വൃത്തിയാക്കി അതേ മുറിയിൽ തന്നെ സൂക്ഷിച്ചു. ഈ സാഹചര്യത്തിൽ 2015 ജൂൺ മാസം 11-ാം തീയതി ബാത്റൂമിൽ നിന്നും പുക വരുന്നു എന്നൊരു കംപ്ലൈന്റ് ലഭിച്ചതിനെ തുടർന്ന് പോലീസുകാർ ആ വീട്ടിലേക്ക് വരുന്നു. വീടിനുള്ളിൽ വന്ന പോലീസ് ബാത്റൂമിനുള്ളിൽ കത്തിക്കരിഞ്ഞ അവസ്ഥയിലുള്ള ഒരു ഡെഡ് ബോഡി കണ്ടു. അന്വേഷണം ആരംഭിച്ചു. ശരി, ആ കത്തിക്കരിഞ്ഞ ഡെഡ് ബോഡി ആരുടേതാണെന്ന് ഇതുവരെയും നീ പറഞ്ഞില്ലല്ലോ എന്നൊരു പക്ഷെ നിങ്ങളിപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ ഭൂരിഭാഗം ആളുകളും അതിപ്പോൾ ഊഹിച്ചെടുത്തിട്ടുണ്ടാകും. അത് പാർത്ഥോയുടെ അച്ഛനായ 70 വയസ്സുള്ള അരവിന്ദയായിരുന്നു. ഇങ്ങനെ ഡയറിയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം പോലീസ് വായിച്ച് അവസാനിപ്പിച്ചു. അടുത്ത് ഇവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലഭിച്ചു. അരവിന്ദ ദേവ്ജാനിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന്റെ കൈകളിൽ ലഭിച്ചു. അതിലൂടെ ആ ഡയറിയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം സത്യം തന്നെയായിരുന്നു. അതായത് പാർത്ഥു തന്നെയാണ് ഇവരെല്ലാം കൊന്നിട്ട് ഇങ്ങനെ ഒരു നാടകം കളിച്ചത് എന്നുള്ള എല്ലാവരുടെയും സംശയം ഈ ഡയറി ക്ലിയർ ചെയ്തു. അതെ, അരവിന്ദ ആത്മഹത്യ ചെയ്തതാണ്. ഈ സംഭവം നടന്ന സ്ഥലത്ത് ബാഡപ്പിൽ ഒരു കത്തുണ്ടായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ലെറ്ററിൽ ഉണ്ടായിരുന്നത് അരവിന്ദയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന് മനസ്സിലായി. അത് അയാളുടെ ഒരു ആത്മഹത്യാ നോട്ടായിരുന്നു. ആ ലെറ്ററിലൂടെ തന്നെ അയാൾ ആത്മഹത്യ ചെയ്താണെന്ന് മനസ്സിലായി. കൂടാതെ പാർത്ഥോയുടെ സഹോദരി ദേവ്ജാനിയുടെ ശരീരത്തിലും യാതൊരു ഡിഫൻസീവ് മാർക്സും ഇല്ല എന്നുള്ളതും കണ്ടെത്തി. അപ്പോൾ ആ ഡയറിയിൽ ഉണ്ടായിരുന്നതെല്ലാം സത്യമാണ് എന്നും പോലീസ് വിശ്വസിച്ചു. തുടർന്ന് പാർത്ഥോയെ കോടതിയിൽ ഹാജരാക്കി. പക്ഷേ അദ്ദേഹത്തിനെതിരെ മർഡർ കുറ്റങ്ങളൊന്നും ചുമത്തിയില്ല. അവൻ അവന്റെ സഹോദരി മരിച്ചുപോയത് ഒഫീഷ്യൽസിനെ ഇൻഫോം ചെയ്തില്ല. ഡേഞ്ചറസ് ആയ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ ആ ഡെഡ് ബോഡിയുടെ കൂടെ തന്നെ അവൻ ജീവിച്ചതുകൊണ്ട് അതിന് മാത്രം ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തു. കൂടാതെ അവൻ മാസങ്ങളോളം ആ ഡെഡ് ബോഡിയുടെ കൂടെ ആയിരുന്നതിനാൽ അവനും മാനസികമായി ബാധിച്ചിട്ടുണ്ടാകാമെന്ന് ചിന്തിച്ച ഡോക്ടേഴ്സ് അവനെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ കോടതിയോട് അഭ്യർത്ഥിച്ചു. കോടതിയും ആ അഭ്യർത്ഥന സ്വീകരിച്ചു. തുടർന്ന് കൊൽക്കത്തയിലുള്ള പവൽ ആശുപത്രിയിൽ അവനെ പ്രവേശിപ്പിച്ചു. എന്നാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് മുൻപ് ആദ്യമായി അവൻ മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്, എന്റെ അനുവാദമില്ലാതെ എന്നെ പൂട്ടിയിട്ടത് നിയമവിരുദ്ധമായ കാര്യമാണ്. ഞാൻ ഒരു സ്വതന്ത്ര പൗരനാണ്. എനിക്ക് എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകണം. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ധാരാളം സ്വത്തുക്കളുണ്ട്. അതുകൊണ്ട് എന്നെ എൻ്റെ വീട്ടിലേക്ക് പോകുവാൻ അനുവദിക്കണം. അതാണ് എൻ്റെ ഒരേ ഒരു ആഗ്രഹമെന്നും പറഞ്ഞു. അങ്ങനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം അവന് തുടർച്ചയായി ചികിത്സ നൽകി. അതിൻ്റെ ഫലമായി അവൻ പതുക്കെ സുഖം പ്രാപിക്കാൻ തുടങ്ങി. പിന്നീട് ആശുപത്രിയിൽ നിന്ന് മോചിതനായപ്പോൾ കൊൽക്കത്തയിലെ ഒരു സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്ന ഫാദർ റോഡ്നി പാർത്ഥോയെ കെയർ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം അദ്ദേഹം ഒരു പുതിയ വ്യക്തിയായി ജീവിക്കാൻ തുടങ്ങി. റോബിൻസൺ സ്ട്രീറ്റിലെ തൻ്റെ 3-ാം നമ്പർ വീട് 40 കോടി രൂപയ്ക്ക് അവൻ വിറ്റിട്ട് കൊൽക്കത്തയിൽ തന്നെ ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങി അവിടെ താമസിക്കാൻ തുടങ്ങി. പതിയെ ഈ ഫെസ്റ്റിവൽസ് ഓർഗനൈസ് ചെയ്യുക, ഗ്യാതറിങ്സ് പ്രിപ്പയർ ചെയ്യുക, ഇങ്ങനെ തൻ്റെ സോഷ്യൽ ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ തുടങ്ങി. ശരി, അവസാനം പാർത്ഥോ റിലീസായി. അവൻ്റെ ജീവിതം വളരെ സമാധാനപരമായി യാതൊരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോയല്ലോ. ഇനി യാതൊരു പ്രശ്നവും ഇല്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. ഞാനും ഈ കഥ വായിച്ചപ്പോൾ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്നൊക്കെയാണ് ചിന്തിച്ചത്. എന്നാൽ അവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. 2017 ഫെബ്രുവരി മാസം ഒരു ദിവസം പാർത്ഥോ തൻ്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു. അതിന് തൊട്ടടുത്ത ദിവസം ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരി കത്തിക്കുന്നതാണ് എന്ന ഒരു ക്വാട്ടും പോസ്റ്റ് ചെയ്തു. ഈ ക്വാട്ട് പോസ്റ്റ് ചെയ്ത അടുത്ത ദിവസം മുതൽ തന്നെ അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്തില്ല. വീടിൻ്റെ വാതിലുകൾ തുറക്കുന്നില്ല എന്ന് അയൽവാസികൾ പറഞ്ഞതനുസരിച്ച് ഫാദർ റോഡ്നി ആ വീട്ടിലേക്ക് വന്നു. ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയും ചെയ്തു. കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ പോലീസ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തി. അവിടെ ഉണ്ടായിരുന്ന കാഴ്ച കണ്ട് പോലീസുകാർ പോലും ഞെട്ടി. കാരണം 2015 റോബിൻസൺ സ്ട്രീറ്റിലെ 3-ാം നമ്പർ വീട്ടിൽ പാർത്ഥോയുടെ അച്ഛനായ അരവിന്ദന്റെ ഡെഡ് ബോഡി ഏതൊരവസ്ഥയിലാണോ കണ്ടത്, അതുപോലെ തന്നെ പാർത്ഥോയുടെ അപ്പാർട്ട്മെന്റ് കുളിമുറിയിൽ കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ പാർത്ഥോയെ കണ്ടെത്തി. തൊട്ടടുത്തന്നെ ഒരു പെട്രോൾ ക്യാനും തീപ്പെട്ടിയും ഉണ്ടായിരുന്നു. എന്നാൽ അരവിന്ദന്റെ അടുത്തുണ്ടായിരുന്നതുപോലുള്ള യാതൊരു ലെറ്ററും പാർത്ഥോയുടെ പക്കൽ നിന്നും കിട്ടിയില്ല. ഈ പാർത്ഥോ എന്തിനാത്മഹത്യ ചെയ്തു എന്നുള്ള കാരണം അദ്ദേഹത്തിന്റെ അച്ഛന്റെ മരണം പോലെ തന്നെ ഇപ്പോഴും ഒരു നിഗൂഢമായി തന്നെ മറഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ വിഷാദം, ഉത്കണ്ഠ, ഏകാന്തത
ഇങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. പക്ഷേ എനിക്ക് മറ്റൊരു കാഴ്ചപ്പാടുണ്ട്. കാരണം അദ്ദേഹം സുഖം പ്രാപിച്ച് പുറത്തേക്ക് വന്ന് നല്ലൊരു ജീവിതം നയിക്കുകയായിരുന്നു. എങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം എടുക്കുക? എൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ സ്വത്തിൽ ആഗ്രഹിച്ച ഏതോ ഒരു വ്യക്തി അദ്ദേഹത്തെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകാം എന്നുള്ളൊരു സംശയമുണ്ട്. അതും അച്ഛൻ്റെ അതേ രീതിയിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവിടെ സംശയം വരില്ല എന്ന രീതിയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകാം. ഇതൊരു ഊഹാപോഹം മാത്രമാണ്. കാരണം അമ്മയും പ്രിയപ്പെട്ട സഹോദരിയും താമസിച്ച ആ ഒരു വീട് തന്നെ അദ്ദേഹം 40 കോടി രൂപയ്ക്ക് വിറ്റു. അത് തന്നെ വല്ലാത്ത ഒരു അത്ഭുതം തോന്നുകയാണ്. ഈ കുട്ടിക്കാലം എന്നത് എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോഴാണ് ആ ഒരു കുട്ടി വീഴാനും എഴുന്നേൽക്കാനും പഠിക്കുന്നത്. കുട്ടികളെ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ പറന്നു പോകേണ്ട സമയത്ത് പറക്കാൻ അനുവദിക്കാതെ ആ ഒരു ചിറകുകൾ അരിഞ്ഞ് കൂട്ടിലടയ്ക്കുന്നതും അവിടെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതും ശരിയായ കാര്യമല്ല. അതിനാൽ നിങ്ങൾ ഈ ഒരു കേസിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? പാർത്ഥോ പതിയെ സുഖം പ്രാപിച്ചു വരുന്നു എന്ന് ചിന്തിച്ച ആ ഒരു സമയത്ത് എന്തിനു വേണ്ടി അദ്ദേഹം ആത്മഹത്യ ചെയ്തു? അതും സ്വന്തം അച്ഛൻ മരിച്ചതുപോലെ തന്നെ. ഒരു പക്ഷേ പൂർണ്ണമായും സുഖം പ്രാപിച്ചിട്ടുണ്ടാകില്ലേ? ഈ ഒരു വിചിത്രമായ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ റിയൽ ഇൻസിഡൻസിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ വിക്കിവോക്സ് മലയാളം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.